ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 3 ശനിയാഴ്ച ദിവസത്തെ റേഷൻ വിതരണവും അതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. പതിവ് പോലെ ആദ്യം റേഷൻ വിഹിതങ്ങളുടെ വിതരണത്തെക്കുറിച്ച് പറയാം. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. ഒരു ദിവസം കഴിഞ്ഞാൽ വീണ്ടും അവധിയാണ്. അപ്പോൾ റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ച് ഏപ്രിൽ മാസത്തെ കിറ്റ് വാങ്ങാം, മാർച്ച് മാസത്തെ കിറ്റും വാങ്ങാവുന്നതാണ്. പ്രധാനമായി പറയാനുള്ളത്, ഏപ്രിൽ മാസത്തെ വിഷു കിറ്റ് വിതരണം തുടങ്ങിയിട്ടുണ്ട് എങ്കിലും റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തിയിട്ടില്ല. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും 99% റേഷൻ കടകളിലും ഈ ഒരു കിറ്റ് സ്റ്റോക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കിറ്റ് സ്റ്റോക്ക് എത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാർച്ച് മാസത്തെ കിറ്റ് വാങ്ങാത്ത ആളുകൾക്കും കിറ്റ് വാങ്ങാവുന്നതാണ്. സ്റ്റോക്കും എല്ലായിടത്തും മുഴുവനായിട്ടും എത്തി എന്ന് പറയാനായിട്ടില്ല. മറ്റൊരു കാര്യം പറഞ്ഞാൽ റേഷൻ വിഹിതങ്ങളുടെ വിതരണമാണ്. 2 ദിവസം കൂടി ഇനി മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ ബാക്കിയുണ്ട്, നാളെയും തിങ്കളാഴ്ചയും കൂടി. അപ്പോൾ ഇനി ആരെങ്കിലും മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്ന് പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ അരിയുടെ വിതരണവും 31-ാം തീയതി തുടങ്ങിയിട്ടുണ്ട്. നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യൽ അരി 10 കിലോ 15 രൂപ നിരക്കിലുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൗൺ റേഷൻ കാർഡുള്ള ആളുകൾക്ക്, പുതുതായി അനുവദിച്ചിട്ടുള്ള ബ്രൗൺ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഈ ഒരു സ്പെഷ്യൽ അരി 2 കിലോ ലഭിക്കുന്നതാണ്. അതിനും 15 രൂപ തന്നെയായിരിക്കും നൽകേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയാണ് റേഷൻ വിഹിതങ്ങളുടെ വിതരണം. ഇനി നിങ്ങൾ നാളെ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പുതിയ വാഹനങ്ങൾ വാങ്ങുന്ന സമയത്ത് രജിസ്ട്രേഷന് വേണ്ടി RDO ഓഫീസുകളിൽ പോകുന്ന നടപടി ഒഴിവാക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. കേരളത്തിൽ ഇതുവരെ അതൊന്നും നടപ്പായിരുന്നില്ല. എന്നാൽ ഇതാ പുതിയ വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് താൽക്കാലിക പെർമിറ്റ്, ടെമ്പററി രജിസ്ട്രേഷൻ, അതായത് TP എന്ന് പറയുന്ന നമ്പർ നിർത്താൻ ഒരുങ്ങുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. രജിസ്ട്രേഷന് മുമ്പുള്ള വാഹന പരിശോധന ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി. ഇനി മുതൽ നമുക്ക് വാഹനം വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്പർ ലഭിക്കും. രജിസ്ട്രേഷനും ആ ഒരു സമയത്ത് ഓൺലൈനായിട്ട് തന്നെ കഴിയുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യാനുള്ള അവസാന പരിധി മാർച്ച് 31 നിശ്ചയിച്ചിരുന്നത്. അത് നീട്ടി നൽകിയിട്ടുണ്ട്. ജൂൺ 30-ാം തീയതി വരെ ഇതിനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട്. പാൻ കാർഡും ആധാർ കാർഡും നിശ്ചിത സമയത്തിനുള്ളിൽ ലിങ്ക് ചെയ്തില്ലെങ്കിൽ 1000 രൂപ പിഴ അടയ്ക്കണമെന്ന ചട്ടം കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച ധനകാര്യ ബില്ലിൽ ഇതു സംബന്ധിച്ച പരാമർശമുണ്ട്. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു അവസരം നീട്ടി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദായനികുതി വകുപ്പിൻ്റെ സൈറ്റിൽ ഇത് ബന്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തകരാറുകൾ സംഭവിച്ചിരുന്നു. അത് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ഇതെല്ലാം പരിഹരിച്ച ഉടൻ തന്നെ നിങ്ങൾ ഇനി ആരെങ്കിലും ബന്ധിപ്പിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇത് ബന്ധിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി പറയുന്നത് ഇന്നത്തെ സ്വർണ്ണവിലയാണ്. തുടർച്ചയായ ഇറക്കത്തിന് ശേഷം കഴിഞ്ഞ 2 ദിവസം വൻ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. 2 ദിവസം കൊണ്ട് 720 രൂപ വർദ്ധിച്ചു. ഇന്നത്തെ സ്വർണ്ണവില 33,800 രൂപ, ഗ്രാമിന് 4,225 രൂപ. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ അറിയിപ്പുകളായി നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.